ഹലോ, എൻ്റെ പേര് നൗറി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉമൽഹസത്തിലോട്ടാണ് പോയത്. പക്ഷേ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ മറന്നുപോയി ഇന്ന് തേഴ്സ്ഡേ ആണെന്ന്. പിന്നെ ദേപ്പൂട്ട് ഓപ്പൺ ആയല്ലോ ദിലീപിൻ്റെ. അപ്പോൾ നമ്മൾ ഇതുവരെ അവിടെ വന്ന് ട്രൈ ചെയ്തില്ല, അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഇവിടുത്തെ തിരക്ക് കാണിച്ചു തരാവേ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് പുതിയ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് ഡെലിവറി ആയിട്ടില്ല. ഒന്നില്ലെങ്കിൽ ടേക്ക് അവേ, അല്ലെങ്കിൽ ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്താലേ നമുക്ക് അകത്ത് കയറി കഴിക്കാൻ ഒരു ചാൻസ് കിട്ടത്തുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ടേക്ക് അവേക്ക് ഫുഡൊക്കെ മേടിച്ചിട്ട് എവിടെയെങ്കിലും പോയി കയറുന്ന കഴിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ എന്തായാലും ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയത്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി സമാധാനത്തോടെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമാവത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് ആനന്ദഭവൻ കണ്ടപ്പോൾ ഇവിടെ കയറിയേ. ആനന്ദഭവൻ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, ഇവിടെ കയറണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷേ ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. നമ്മളൊക്കെ ചിക്കൻ്റെ ആൾക്കാരായതുകൊണ്ട് നമ്മൾ പിന്നെ കയറാൻ വിചാരിച്ച് എപ്പോഴാണ് ഒരു സാഹചര്യം കിട്ടിയത്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആനന്ദഭവനിലോട്ട് കയറിയേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഗീ റോസ്റ്റ്, മസാല ദോശ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളത് വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല. ദോശ ഇഡ്ഡലിയൊക്കെ ഭയങ്കര റെയർ ആയിട്ടാണ് നമ്മൾ വീട്ടിലുണ്ടാക്കാറ്. അങ്ങനെ ഞങ്ങൾ ഓർഡർ കൊടുത്തേ. പേപ്പർ ദോശ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദോശയാണെന്ന് എനിക്ക് മുന്നേ അറിയാം. പക്ഷേ മമ്മിക്ക് അത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പേപ്പർ ദോശ പറഞ്ഞു, മമ്മി മസാല ദോശ പറഞ്ഞു, അനിയത്തിക്ക് ഒരു ഗീ റോസ്റ്റ്, പിന്നെ മമ്മി ഒരു സെറ്റ് ഇഡ്ഡലിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അവിടുന്ന് വെയിറ്റർ പേപ്പർ ദോശ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് മമ്മി സൈഡിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് എന്തൊരു വലിയ ദോശയാണെന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. മമ്മിക്ക് അറിയത്തില്ലായിരുന്നു ഞാനത് ഓർഡർ ചെയ്തേന്ന്. അപ്പോൾ വന്ന് ടേബിളിൽ വെച്ചപ്പോൾ നീ ഈ സാധനമാണ് ഓർഡർ ചെയ്തതെന്ന് എന്നോട് ചോദ്യം ചോദിച്ചു. അങ്ങനെ ആ പേപ്പർ ദോശ ഫുള്ള് ഞാനിങ്ങനെ കഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേപ്പർ ദോശ, മസാല ദോശ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളാണെങ്കിൽ നാട്ടിൽ പോകുമ്പം എയർപോർട്ടിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ മസാല ദോശ ഐറ്റംസ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് വാങ്ങി ഫുഡ് കഴിച്ചിട്ടേ നമ്മൾ പോകത്തുള്ളൂ. കാരണം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് ഈ ഗീ റോസ്റ്റ്, മസാല ദോശ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേണമെങ്കിൽ ഞാൻ ഒരു 2-3 മസാല ദോശ ഒറ്റയ്ക്ക് കഴിക്കും. ഈ ഒരു പേപ്പർ റോസ്റ്റ് ഞാൻ ഫുള്ള് കഴിച്ചത്. ഒരു ദോശ പേപ്പർ റോസ്റ്റും കൂടെ കഴിക്കാനുള്ള വയർ എനിക്കുണ്ടായിരുന്നു. മമ്മി പിന്നെ ഒരു ചായ വാങ്ങിയേ. പിന്നെ എന്തായാലും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വന്നതല്ലേ എന്ന് വെച്ചാൽ എനിക്ക് പനീർ ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മൾ പനീർ ബിരിയാണി ഉണ്ടോ എന്ന് അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു പനീർ ബിരിയാണി ഇല്ല, പക്ഷേ പനീർ ഫ്രൈഡ് റൈസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പനീർ ഫ്രൈഡ് റൈസ് വാങ്ങിയേ. ഇത് നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയത്. നമ്മൾ ബില്ലൊക്കെ അടച്ച് അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ ഇവർക്കാണെങ്കിൽ ഇവിടെ സ്വീറ്റ്സിൻ്റെ ഒരു കോർണറുണ്ട്. അതായത് ഇവരുടെ എന്തോ ലഡു, ജിലേബി, പലതരം സ്വീറ്റ്സ് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കൊതിയാവും. അങ്ങനെ ഞാൻ മമ്മിയുടെ കൈയും കാലും പിടിച്ചാണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കര കൊതിയാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലഡു, ജിലേബിയൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ 2-3 സ്വീറ്റ്സ് നമ്മൾ വാങ്ങിയായിരുന്നേ. അപ്പോൾ നമ്മൾ വാങ്ങിയത് ലഡു, ജിലേബി, പിന്നെ മോട്ടിച്ചോർ ലഡു എന്ന് പറഞ്ഞാൽ ചുമന്ന ലഡുവാണ്. പക്ഷേ ഞങ്ങൾക്ക് സത്യം പറയല്ലോ സ്വീറ്റ്സ് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ബഡ്സ് ആണല്ലോ. പിന്നെ ഇവരുടെ നാട്ടിലനുസരിച്ചുള്ള ആയിരിക്കും ഇവരുണ്ടാക്കി. പക്ഷേ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇവരുടെ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇവരുടെ ഫ്രൈഡ് റൈസ്, ദോശ, അതൊക്കെ അടിപൊളിയായിരുന്നു. മസ്റ്റ് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ആനന്ദഭവൻ വ്ലോഗ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.